May I come in, sir? Yes, come in, വാടാ. ഇരുന്നോ മോനെ, സ്ക്രിപ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എന്നാ എടുത്ത് വായിക്കുക കേട്ടോ, നോക്കട്ടെ. എനിക്ക് വയ്യ ദൈവം, ഇതൊക്കെ ആരാണോ? എന്തോടാ ആൽബോ? എന്തോ തുടക്കം എന്തോ? സാർ, നമ്മുടെ കഥ നടക്കുന്നത് കഥ അവിടെ നിക്കട്ടെ. എത്ര പാട്ടുണ്ട് എനിക്ക്. സാർ, അത് എങ്ങനെയാ? പാട്ടൊന്നുമില്ല, ഇതൊരു രാഷ്ട്രീയ പടമാണ്. മോനെ, ഇതൊക്കെ ഓടോടുക. ഇങ്ങനെയാണോ പടം എടുക്കണ്ടേ? രണ്ട് ഫൈറ്റും 2 ലിപ് ലോക്കും അതൊക്കെ വേണ്ടേ ഈ പടത്തിൽ? ആരുടെ നായികയാ? സാർ, നായികയില്ല. നായികയില്ലാത്ത പടമോ? മോനെ, എന്താ പറയുന്നേ? എന്ത് പ്രത്യേകത? ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ഒന്നും പറഞ്ഞിട്ടില്ലേ? അയ്യോ സാർ, ഒരു വ്യത്യസ്ത ഐശ്വര്യ റായ് കൂടെ ഞാനൊരു ഡേറ്റിംഗ് ഉറപ്പിച്ചതാണ്. ഇതിന്റെ ഇടയിൽ കൂടെ നായികയില്ല. ഓസ്കാർ സാറിന് ഉദ്ദേശിക്കുന്നു. ഓസ്കാർ കുഴപ്പമില്ല, എനിക്ക് 2 ഉണ്ട് ഓൾറെഡി. ബാക്കി പോരട്ടെ, കഥ പറയാ. ഓസ്കാറെങ്കിൽ ഓസ്കാർ. ശരി മോനെ, സിനിമയിൽ ഫൈറ്റ് ഒക്കെ ഉണ്ടോ? BGM ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ ഉണ്ടോടാ? അയ്യോ, BGM അപ്പൊ ഉദ്ദേശിക്കുന്ന സിനിമ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ നരസിംഹത്തിനെ പോലെ പൊങ്ങി വരുന്ന അതല്ലേ? പിന്നെ ഞാൻ എന്താണ് മുണ്ട് മടക്കി കൊടുത്ത് നടന്നു വരണമായി? അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഈ സ്റ്റോറിക്ക് ഇവിടെ നിക്കിട്ടടാ. ഞാനേ നമ്മുടെ ക്യാമറ പൃഥ്വിരാജിനെ വിളിക്കും കേട്ടോ, നന്നായിട്ട് എടുക്കും പയ്യൻ. എന്റെ ശിഷ്യനാ, എന്റെ നമ്മളെ കൂട്ടുകാരന്റെ മോനാ, നന്നായിട്ട് എടുക്കും. മോനെ, പഠിപ്പിക്കാതെ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതിൽ വരാൻ തുടങ്ങിയത്. എന്റെ 5 ബ്ലോക്ക് ബസ്റ്റർ പടം, 2 നാഷണൽ അവാർഡ്, കേണൽ പദവി ചുമ്മാല്ല വാങ്ങിച്ചത്. ചെറുക്കൻ 2 വർഷം ക്യാമറമാനായിരുന്നു. കഥയൊന്നും അറിയണോ കൊച്ചു ചെറുക്കന്മാർ കേട്ടോ? മിച്ചർ കഴിക്കുന്നുണ്ടോ? അടുത്ത് പറയേ, കഥ കേൾക്കട്ടെ. Many minutes later. സിനിമയൊക്കെ കൊള്ളാം. 2-3 വേരിയേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാമറ ആംഗിളുകളൊക്കെ ഞാൻ പറഞ്ഞു തരും. എനിക്ക് ഓരോ ഷൂട്ടിലും നല്ല 2 പെൺകുട്ടികൾ കൂടെ നടന്നു വരണം. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ഡൂപ്പായിക്കോട്ടെ, ഞാൻ വെറുതെ എന്തിനാ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നേ? കുളം വേണ്ട, നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രമായാലോ. എനിക്ക് അവിടെ ആകുമ്പോ കുറച്ച് കാലിട്ടടിക്കാൻ കുറച്ച് ഇടമുണ്ട്, അതുകൊണ്ടാ. ഫൈറ്റ് സീൻ പറഞ്ഞില്ലായിരുന്നു, അത് നമ്മുടെ ഈ ചിരഞ്ജീവിക്ക് ഇച്ചിരി ഓവറാ. ഇടിക്കുമ്പോ 4 പേര്. നമ്മളൊക്കെ ഈ മലയാള സിനിമ നാച്ചുറൽ അല്ലേ, ഇടിക്കുമ്പോ ഒരു 6-7 പേര് എന്നെ തെറിക്കട്ടെ. തെറിക്കുമ്പോ പാലിൽ ഇടിച്ചിരിക്കും, തിരിച്ചു വരണം. അപ്പൊ ഞാൻ ഒരു വ്യക്തിയായിട്ട് കവാലത്ത് അവിടെ വില്ലൻ ചേർന്നു. 15 minutes later. സാർ, നമുക്ക് ഉറപ്പിക്കാലോ പോലെ സാർ? എന്താ മോനെ? ഉറപ്പിക്കാലോ? പിന്നെന്താ, എന്നാ കല്യാണം അല്ല ഉറപ്പിക്കാമെന്നു? അല്ലല്ല, സിനിമ ശരി ഉറപ്പിക്കാം. ഓക്കെ. ഇന്ന് പോണേ. ഹലോട്ടെ, വിളി കേട്ടോ. ശരി മോനെ. മനസ്സിന് നശിച്ചു പോട്ടോ. Several months later. സത്യം പറഞ്ഞ ഘോഷയാത്രയാണ്. ഇവനൊക്കെ എന്തുവാടാ പറയുന്നേ? ഇതെല്ലാം മറ്റവന്റെ ഫാൻസ് വരാ. നല്ല പടവാ, ഇരുന്ന് കാണേണ്ട പടം. ഇവനൊക്കെ പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അടുത്ത റിവ്യൂ നോക്കട്ടെ. ആട്ടോ ഓട്ടിക്കാൻ ഫ്ലൈറ്റ് പിടിച്ചു പോടാ. അവന്റെ ചെലവിന് കൊടുക്കാൻ വയ്യ. ഇപ്പൊ നോക്കിയവനെ കലാസെൻസ് ഇല്ലാത്ത തെണ്ടികൾ. അങ്ങനെ ഈ പടം പവനായി ശവമായി.